നമ്മളൊക്കെ സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മൾ ഹോസ്റ്റലിൽ നിന്നാണ് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പം നമുക്ക് എപ്പോഴും ഈ പറയുന്ന ഈ ആരോഗ്യപരമായിട്ടുള്ള ഫുഡ് ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇപ്പം അവൈലബിൾ ആവുന്നത് ഈ ഫാസ്റ്റ് ഫുഡാണ്. ഇപ്പം ഈ പറയുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ വാങ്ങണമെങ്കിൽ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഒരു 10-250 രൂപയാവും നമ്മൾ കടയിൽ പോയി ഇതൊക്കെ കഴിക്കാൻ. അതേസമയം ഒരു 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 2 പൊറോട്ടയും ചാറും കഴിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ സാഹചര്യമാണ്. ഏറ്റവും ഓണം പിടിച്ച ഒരു സാധനമാണ് ഈ പൊറോട്ട. അലോസ്കിൻ ഒരു കെമിക്കൽ വെച്ചിട്ടാണ് ഇത് ബ്ലീച്ച് ചെയ്യുന്നത്. എലികൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ എലികൾക്ക് ഡയബറ്റിക്സ് ആവും. സയന്റിസ്റ്റുകൾ ഈ ഡയബറ്റിക്സിന്റെ മരുന്ന് പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഈ എലികളെയാണ്. ആ സാധനം കൊണ്ടാണ് നമ്മുടെ ഈ പൊറോട്ട ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കേരളമാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമേഹത്തിന്റെ ആഗോള തലസ്ഥാനമായിട്ട് കേരളം മാറിയതിന്റെ കാരണം ഈ വല്ലപ്പോഴും കൂടെ കഴിക്കുന്ന സാധനം ഒരു പൊറോട്ട, മുരിഞ്ഞ പൊറോട്ട, അതിനാ കുറച്ച് ബീഫൊക്കെ ഒഴിച്ച് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് എത്ര വർഷമായിട്ട് കഴിച്ചോണ്ടിരിക്കുക നമ്മളൊക്കെ. അതൊക്കെ മാറിയിട്ട് അതിൽ നിന്ന് അസുഖങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് വല്ലപ്പോഴും കൂടെ അത് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, പക്ഷെ ഇഷ്ടം പോലെ ആവരുത്. ഈ കാരണം ഇപ്പം നമ്മളൊരു മന്തി കൾച്ചർ വ്യാപകമായി. തീർച്ചയായിട്ടും ഇത്രയും കൂടുതൽ ആൾക്കാർ മലയാളികൾ ഇപ്പൊ ഇതൊരു അറേബ്യൻ ആക്രമണമാണല്ലോ, അവിടുന്ന് വന്നല്ലേ ഇത്. അപ്പൊ ഈ കുഴിമന്തി ഇത്രയും വ്യാപകമാകാനുള്ള കാരണം എന്താ? കേരളത്തില് പ്രവാസത്തിന് ശേഷം ആളുകൾ വന്നതിന് ശേഷം ഇതൊരു ട്രെൻഡായി മാറുകയും ആളുകൾക്ക് അത് വളരെ ഭംഗിയായി ഇഷ്ടപ്പെടുകയും പെട്ടെന്ന് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ ശുദ്ധമായി പെട്ടെന്ന് കഴിക്കാൻ സാധിക്കും. അങ്ങയുടെ കടയില് ഈ കുഴിമന്തി കഴിക്കാനൊക്കെ ആവറേജ് ഒരാൾ ഒരു ദിവസം എത്ര ആൾക്കാർ വരുന്നുണ്ട്? ഇപ്പോ 400-500 പേര്, 400-500 ആൾക്കാർ വരുന്നുണ്ട്. തീർച്ചയായും കൂടിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും. മന്തി ചിക്കൻ പുഴുങ്ങിയാ എടുക്കണേ, അത് എണ്ണയിൽ പൊരിക്കണല്ലോ, അതാണ് അതിന്റെ മെയിൻ കാര്യം. അതുകൊണ്ടാണ് അത്രയും ആളുകൾ ഇഷ്ടം. ഈ കുഴിമന്തിക്ക് വേറെ എന്തെങ്കിലും പേരിടാൻ പറ്റുമോ? ആ പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു കുഴിയിൽ പാചകം ചെയ്യുന്നതുകൊണ്ടാണ് അത് കുഴിമന്തി എന്ന് പറഞ്ഞത്. കുഴിമാന്തിയാണ്. ഒന്ന് മൈദ എന്നുള്ള സാധനം സിനിമാ പോസ്റ്റർ ഒട്ടിക്കേണ്ട സാധനമാണ്. മൈദ സിനിമ പോസ്റ്റർ ഒട്ടിക്കേണ്ട. അതെ, അത് ഭക്ഷണേ അല്ല. അത് വെച്ചാ പൊറോട്ട ഉണ്ടാക്കുന്നത്. അത് വെച്ചാ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ 28 വർഷം ഹോട്ടൽ നടത്തുന്ന ഒരാളാണ്. ആണോ? 28 വർഷം. അങ്ങനെ അവിടെ പൊറോട്ട ഉണ്ടാക്കുന്നില്ലയോ? ഞാൻ അവിടെ ചായ ഇല്ല, കാപ്പി ഇല്ല, പഞ്ചസാര ഇല്ല, പാലില്ല, മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, മസാല പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. കായം, പുളി, പരിപ്പ്, പത്തരയ്ക്ക, കടുക്, അച്ചാറ്, പപ്പടം, എണ്ണ പലഹാരങ്ങൾ, ഫ്രിഡ്ജ് ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതെന്താ അങ്ങനെ തീരുമാനിക്കാൻ കാര്യം? ഒന്നും ഉപയോഗിക്കാതെ 28 വർഷം ഞാൻ ഹോട്ടൽ നടത്തുന്നു. എനിക്ക് 75 വയസ്സായി. എനിക്കൊരു അസുഖമില്ല. ഇതൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു അസുഖമില്ല കേട്ടോ. അപ്പൊ നിങ്ങള് കഴിക്കണ്ടെന്നല്ല പറഞ്ഞത്, ഞാൻ കഴിക്കണ്ട എന്ന. ഞാൻ അത്യാവശ്യം ഇറച്ചി മീനും കള്ളും കുടിക്കുന്ന ആളാണ്. അങ്ങയുടെ കടയിലേക്ക് ആളുകൾ വരുന്നുണ്ടോ? ഞാൻ 75,000 മാസം വാടക കൊടുത്താണ് ബിസിനസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ മൈദ കഴിക്കാനുള്ള വയറില്ല. 16 മണിക്കൂറാണ് ആ മൈദ തയ്ക്കണമെങ്കിൽ. ഗോതമ്പ് തയ്ക്കാൻ 3 മണിക്കൂർ മതി. ഈ പശ തയ്ക്കാൻ 16 മണിക്കൂർ വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.